മലയാളദേശം ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ആവശ്യപ്പെട്ട് നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ദേശീയ സൈബർ സെക്യൂരിറ്റി ഏജൻസി. ദേശീയ സൈബർ സെക്യൂരിറ്റി എന്ന പേരിൽ വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ തട്ടിപ്പ് സംഘം ശേഖരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഖത്തറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യയെന്നും ഖത്തർ വിപണിയിലെ 20,000-ലധികം പദ്ധതികൾക്കും കമ്പനികൾക്ക് ഇന്ത്യൻ നിക്ഷേപകർ പിന്തുണ നൽകുന്നതായും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ വിദേശ വ്യാപാരകാര്യ സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് ബി മുഹമ്മദ് അൽ സെയ്ദ് പറഞ്ഞു. ഖത്തറിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലകളിലൊന്നായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ 10-20-30 പ്രമോഷന് തുടക്കമായി. ഖുറം നാച്ചുറൽ പാർക്ക് താൽക്കാലികമായി അടച്ചതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് വ്യാഴാഴ്ച മുതൽ അടച്ചിടുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ പാർക്ക് സന്ദർശകർക്കായി വീണ്ടും തുറന്നുകൊടുക്കും. മസ്കറ്റ് പുസ്തകമേള രജിസ്ട്രേഷൻ 9 മുതൽ. വായനയുടെ നറുമണമായി എത്തുന്ന മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പങ്കെടുക്കുന്നതിന് പ്രസാധകരുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ ക്ഷണിച്ച് സംഘാടകർ. ബഹിരാകാശ മേഖലയിൽ ഒമാന്റെ കുതിപ്പ്. ദുഗം-1 വിജയകരമായി വിക്ഷേപിച്ചു. ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.